ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കിളിമീൻ മുളകിട്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ കിളിമീൻ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 15 ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചതച്ചാണ് ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ ഒരു തക്കാളി, പിന്നെ 2 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, വാളംപുളി. അപ്പോൾ ഇനി ഞാൻ ഒരു ചീനിച്ചട്ടി ഇതാ അടുപ്പത്ത് വെച്ചു. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി, അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി, അതായത് എത്ര മുളക് പൊടി എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി എടുക്കുക. അപ്പോൾ നമ്മൾ ടീസ്പൂൺ തന്നെ എടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയും മതി. ഇനി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ആ ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാൽ അത് കറുത്ത് പോകും. അപ്പോൾ ഒരു വേറെ പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ ഉലുവിട്ട് പൊട്ടിച്ച് കൊടുക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ്. ഇതാ ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് വെള്ളുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതാ പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് ഇതങ്ങനെ ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ ഇതെല്ലാം അമ്മിയിൽ വെച്ചൊന്ന് ചതച്ചാണ് ചേർക്കുന്നത്. ഇപ്പോൾ അതിലേക്ക് വഴന്ന് വരാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 ഇതൾ കറിവേപ്പില കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി കൂടി ചേർക്കണം. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇതേപോലെ ചതച്ച് ചേർത്ത് വെക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് ഒരു 1/4 സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നു. ഇപ്പോൾ ആ മുളകും മല്ലിയും ചൂടാക്കി വെച്ചതും പിന്നെ അതാ പുളി പിഴിഞ്ഞ വെള്ളവും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് ആ ഗ്രേവിക്ക് കണക്കാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ലൂസാക്കണം. അല്പം കൂടി ആ പുളി പിഴിഞ്ഞ വെള്ളം ഉണ്ട്, അതും കൂടി ഇപ്പം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് കട്ടിക്ക് ഒരുപാട് ലൂസിലും അല്ല, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്നൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം എല്ലാം വഴന്നതാണ്, മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ചൂടായതുമാണ്. അതുകൊണ്ട് അധിക സമയമൊന്നും തിളക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് അതൊന്ന് തിളപ്പിക്കുക. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. നല്ലപോലെ ഒന്ന് നമുക്ക് ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കിളിമീൻ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യിലിട്ട് ഇളക്കരുത്. മലബാർ സൈഡിലൊക്കെ ഇതിന് പുതിയാപ്പിളക്കോര എന്നാണ് പറയുക. ഈ സമയത്ത് ഞാൻ അതിലേക്ക് പോരാത്ത കുറച്ച് ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി അത് ഒരു മൂടി വെച്ച് ഒരു 7 മിനിറ്റ്, അല്പം ഫ്ലെയിം കുറയ്ക്കണം. എന്നിട്ട് ഒരു 7 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. 7 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ കാണാം, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഗ്രേവി എല്ലാം ഒന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അടിപൊളി മീൻ കറിയാണ്. ഇതെന്തിൻ്റെ കൂടെ നന്നായിട്ട് ചേരും. ഇതേമാതിരി ചതച്ച ചുവന്നുള്ളിയും വെള്ളുള്ളിയും കൂടി നമ്മൾ ചേർത്ത് മീൻ കറി ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അതിലേക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും അല്പം മല്ലിയിലയും കൂടി തൂവി ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെ മീൻ കറി അടിപൊളിയായില്ലേ? അപ്പോൾ മീൻ കറിയൊക്കെ നമുക്ക് ചൂടാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് തന്നെ മതിയാവും. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി മീൻ കറി പഴയകാല രുചിക്കൂട്ട് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.